അപ്പൊ നമ്മൾ ഇനി നോക്കുന്നത് യൂസ് ഓഫ് അസിങ്ക് ആൻഡ് അവൈറ്റ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റിനകത്ത് അസിങ്കിന്റെയും അവൈറ്റിന്റെയും യൂസ് ആണ് നമ്മൾ നീ നോക്കുന്നത്. അപ്പൊ അസിങ്ക് എന്ന് പറയുന്നത് ഡിക്ലെയറിങ് എ ഫംഗ്ഷൻ വിത്ത് അസിങ്ക് മേക്സ് ഇറ്റ് റിട്ടേൺ എ പ്രോമിസ്. അതായത് അസിങ്ക് വെച്ചിട്ട് ഒരു ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്യുവാണെങ്കിൽ അത് എന്തായാലും മേക്സ് ഇറ്റ് റിട്ടേൺ എ പ്രോമിസ്, ഒരു പ്രോമിസിനെ അത് റിട്ടേൺ ചെയ്തിരിക്കും. അതാണ് അസിങ്ക് എന്ന് പറഞ്ഞതിന്റെ ഇത്. പ്രോമിസ് റിട്ടേൺ ചെയ്യും, റിട്ടേൺ എ പ്രോമിസ്, പ്രോമിസിനെ റിട്ടേൺ ചെയ്യും. അതാണ് നമ്മൾ അസിങ്ക് വെച്ചിട്ട് ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്താലുള്ള ഒരു ഇത്, പ്രോമിസിനെ റിട്ടേൺ ചെയ്യും. പിന്നെ അവൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് പോസസ് ദ എക്സിക്യൂഷൻ ഓഫ് ദി കോഡ് അൺടിൽ ദ പ്രോമിസ് ഇറ്റ്സ് വെയിറ്റിംഗ് ഫോർ ഇറ്റ്സ് റിസോൾട്ട് ദെൻ റിട്ടേൺസ് ദ റിസോൾട്ട് വാല്യൂ. അതായത് കോഡിന്റെ എക്സിക്യൂഷനെ എന്താണ് പോസ് ചെയ്ത് വെക്കുന്നു അൺടിൽ ദ പ്രോമിസ് ഇറ്റ്സ് വെയിറ്റിംഗ് ഫോർ ഇറ്റ്സ് റിസോൾട്ട്. അതായത് പ്രോമിസ്, അതായത് റിസോൾവ് ഉണ്ടെന്ന് പറഞ്ഞ റിസോൾവ് ആയിട്ട് പ്രോമിസ് ഇറ്റ്സ് വെയിറ്റിംഗ് ഫോർ ഇറ്റ്സ് റിസോൾട്ട്. പ്രോമിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ റിസോൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ആവണ വരെയും ഇതിങ്ങനെ അവൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ റിട്ടേൺസ് ദ റിസോൾട്ട് വാല്യൂ. അത് കഴിഞ്ഞിട്ട് ആ റിസോൾവ് ചെയ്ത വാല്യൂവിനെ റിട്ടേൺ ചെയ്യുന്നു. അപ്പൊ പ്രോമിസ് എന്ന് പറയുന്നത് റിസോൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, എന്നിട്ട് കോഡിനെ എക്സിക്യൂട്ട് അവിടെ വരെ പ്രോമിസ് റിസോൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണ വരെ എന്താണ് കോഡിന്റെ എക്സിക്യൂഷനെ എന്താണ് പോസ് ചെയ്ത് വെക്കുന്നു. അത് കഴിഞ്ഞ് ദെൻ റിട്ടേൺസ് ദ റിസോൾട്ട് വാല്യൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് റിസോൾട്ട് വാല്യൂവിനെ റിട്ടേൺ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഒരു അസിങ്ക് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അസിങ്ക് വെച്ചിട്ട് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നു, ഡിക്ലെയർ ചെയ്തേക്കുന്നു, ഫെച്ച് ഡാറ്റ എന്ന് വന്നിട്ടുള്ള. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ട്രൈ എന്ന് പറഞ്ഞിട്ട് ട്രൈനകത്ത് കോൺസ്റ്റ് റെസ്പോൺസ് ഈക്വൽ ടു അവൈറ്റ് ഫെച്ച് HTTP JSON ഒരു ലിങ്ക് ആണ് കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കോൺസ്റ്റ് ഡാറ്റ ഈക്വൽ ടു അവൈറ്റ് റെസ്പോൺസ് ഡോട്ട് JSON ഫെച്ച് ചെയ്യാനായിട്ട്. പിന്നെ ഇതിനകത്തും കോൺസ്റ്റ് ഡാറ്റ എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് അവൈറ്റ് കീ വെച്ചിട്ട് റെസ്പോൺസ് ഡോട്ട് ഡാറ്റ, റെസ്പോൺസ് ഡോട്ട് JSON എന്ന് വന്നിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ കൺസോൾ ഡോട്ട് ലോഗ് ഡാറ്റ ഫെച്ച്ഡ് എന്ന് വന്നിട്ട് ഡാറ്റേനെ നമ്മൾ പ്രിന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാച്ച് എറർ ഇതിനകത്ത് നമ്മൾ എന്താണ് എഴുതുന്നത്, ട്രൈ കഴിഞ്ഞു, ഇനി ക്യാച്ചിനകത്ത് എറർ ഉണ്ടെങ്കിൽ കൺസോൾ ഡോട്ട് ലോഗ് എറർ എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യുന്നു. പിന്നെ ഫെച്ച് ഡാറ്റേനെ കോൾ ചെയ്യുന്നു. ഫെച്ച് ഡാറ്റ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്താലല്ലേ വർക്ക് ചെയ്യുള്ളൂ, അപ്പൊ അതിനെ കോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ഡാറ്റ ഫെച്ചഡ് എന്ന് പറഞ്ഞിട്ട് ആ ഡാറ്റ എന്താണോ നമുക്ക് കിട്ടുന്നത് അത് ആണ് പ്രിന്റ് ചെയ്യുന്നത്. യൂസർ ID1 ടൈറ്റിൽ ഡെലീഷ്യസ് കംപ്ലീറ്റഡ്. അതായത് ഈ ഇതിൽ നിന്നുള്ള ഡാറ്റേനെ ഫെച്ച് ചെയ്തിട്ട് ഇതിനകത്തേട്ട് പ്രിന്റ് ചെയ്യുന്നു JSON ഫോർമാറ്റിൽ. അപ്പൊ നമുക്ക് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. അസിങ്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് മീൻസ് ദ ഫംഗ്ഷൻ വർക്ക്സ് വിത്ത് പ്രോമിസസ് ആൻഡ് ക്യാൻ യൂസ് അവൈറ്റ്. അസിങ്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, വർക്ക്സ് വിത്ത് പ്രോമിസസ് ഉണ്ടാവും. ഫംഗ്ഷൻ എന്ന് പറയുന്നത് അപ്പൊ അസിങ്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് ദ ഫംഗ്ഷൻ വർക്ക്സ് വിത്ത് പ്രോമിസസ് വെച്ചിട്ട് നമുക്ക് പ്രോമിസസ് ഉണ്ടാവും. ഫംഗ്ഷനകത്ത് പ്രോമിസസ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ക്യാൻ യൂസ് അവൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് അസിങ്ക് ഫംഗ്ഷന്റെ അർത്ഥം. ഈ ഫെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഫെച്ച് നമ്മൾ കണ്ടു. അതായത് ഇതിനകത്ത് നമ്മൾ ഫെച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ലിങ്ക് കൊടുത്തായിരുന്നു. ഫെച്ച് എന്ന് പറഞ്ഞാൽ സെൻസ് എ റിക്വസ്റ്റ് ടു ദ ഗിവൺ URL. ഇതൊരു URL ആണ്. അപ്പൊ ഈ ഗിവൺ URL-ലേട്ട് ഈ ഫെച്ച് ഉപയോഗിച്ചിട്ട് ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നു. സെൻസ് എ റിക്വസ്റ്റ് ടു ദ ഗിവൺ URL ആൻ ഓൺലൈൻ API. ഇതൊരു ഓൺലൈൻ API ആണ് ടു ഗെറ്റ് സം ഡാറ്റ. അപ്പൊ ഫെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു റിക്വസ്റ്റ് ഈ ഗിവൺ URL-ലേട്ട് ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നു. എന്തിന്, ഡാറ്റ കിട്ടാനായിട്ട്, കുറച്ച് ഡാറ്റ കിട്ടാനായിട്ട്. എന്നിട്ട് അവൈറ്റ് ഫെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൈറ്റ് ഫെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ്സ് ഫോർ ദി റെസ്പോൺസ് ടു കം ബാക്ക്. അവൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, അവൈറ്റ് ഫെച്ച് എന്ന് പറയുന്നത് റെസ്പോണ്ടിൻസിന് വേണ്ടി, അത് ഫെച്ച് ചെയ്ത് റിക്വസ്റ്റ് സെൻഡ് ചെയ്ത് URL-ലേട്ട് റിക്വസ്റ്റ് സെൻഡ് ചെയ്തിട്ട് ഡാറ്റേനെ കുറച്ച് ഡാറ്റേനെ ഗെറ്റ് ചെയ്യാനായിട്ട്
റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നു. എന്നിട്ട് അവൈറ്റ് ഫെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിക്വസ്റ്റ് സെൻഡ് ചെയ്തിട്ട് ഡാറ്റയ്ക്ക് വേണ്ടി വെയിറ്റ്സ് ഫോർ ദി റെസ്പോൺസ് ടു കം ബാക്ക്. ആ ഡാറ്റയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ റെസ്പോൺസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അതിനാണ് അവൈറ്റ് ഫെച്ച് യൂസ് ചെയ്യുന്നത്. നീ അവൈറ്റ് റെസ്പോൺസ് ഡോട്ട് ജെയ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഡിനകത്ത് നമ്മൾ എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡ്സ് ആൻഡ് കൺവേഴ്സ് ദ റെസ്പോൺസ് ഡാറ്റ ഇൻ ടു ജെയ്സൺ ഫോമാറ്റ്. അതായത് ഈ റെസ്പോൺസ് ഡാറ്റേനെ നമുക്ക് റെസ്പോൺസ് കിട്ടിയിട്ട് ഇതിനകത്തായിട്ട് സ്റ്റോർ ചെയ്യുന്നു. റെസ്പോൺസ് എന്ന് പറഞ്ഞ വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നു. ആ റെസ്പോൺസ് ഡാറ്റേനെ എന്താണ് റീഡ് ചെയ്തിട്ട് കൺവേഴ്സ് ദ റെസ്പോൺസ് ഇൻ ടു ജെയ്സൺ ഫോർമാറ്റ്. ആ റെസ്പോൺസ് ഡാറ്റേനെ റീഡ് ചെയ്തിട്ട് അതിനെ ജെയ്സൺ ഫോർമാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ എവറിത്തിങ് വേഴ്സ് എല്ലാം വർക്ക് ചെയ്യുവാണെങ്കിൽ ഇറ്റ് പ്രിന്റ്സ് ഡാറ്റ ഫെച്ച്ഡ്. എല്ലാം വർക്ക് ചെയ്യുകയാണെങ്കിൽ ഡാറ്റ ഫെച്ച്ഡ് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യുന്നു. ഡാറ്റ റിസീവ്ഡ് ഫ്രം ദി API എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യുന്നു. എല്ലാം പ്രിന്റ് ചെയ്യുന്നു. ഇഫ് ദർ ഈസ് എൻ എറർ, എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ലൈക്ക് നെറ്റ്വർക്ക് ഫെയിലിയർ അങ്ങനെ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഇറ്റ് ഗോസ് ടു ക്യാച്ച് ബ്ലോക്ക് ആൻഡ് പ്രിന്റ്സ് എറർ. ക്യാച്ച് ബ്ലോക്കിലേക്ക് വന്നിട്ട് ആ എററിനെ പ്രിന്റ് ചെയ്യുന്നു. അതാണ് നമ്മൾ അസിങ്ക് അവൈറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് അതിന്റെ യൂസ് എന്ന് പറയുന്നത്. അസിങ്കിന്റെ അവൈറ്റിന്റെയും യൂസ് എന്ന് പറയുന്നത്.